പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച് മണിപ്പൂരിൽ തലയെടുപ്പോടുകൂടി തന്നെ തീപ്പൊരി പ്രസംഗം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമബാധിതരെ ക്യാമ്പുകളിൽ സന്ദർശിച്ച ശേഷം മണിപ്പൂരിൽ നരേന്ദ്രമോദി ജനങ്ങളോടായി തന്നെ കാര്യങ്ങൾ വിവരിച്ചു. ആക്രമണങ്ങൾ മണിപ്പൂരിന്റെ സൗന്ദര്യം തന്നെ ഇല്ലാതാക്കി. പക്ഷേ പ്രതീക്ഷയുടെയും പുതിയ പ്രഭാവം കുതിച്ചുയരുകയാണ്. അക്രമവും വഴികളും ഇല്ലാതാക്കിയ മണിപ്പൂർ. അതുപോലെ തറപ്പിച്ചും ആത്മവിശ്വാസത്തോടെയും ഞാൻ ഇക്കാര്യങ്ങൾ പറയുകയാണ്. മണിപ്പൂരിൽ പുതിയ പ്രഭാവം ഉയരുകയാണ്. മാത്രമല്ല, കലാപം നടന്ന 2 വർഷം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണ് ഇന്ന് നടന്നതെന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത്രയും നാൾ അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിക്കാതെ മൗനം പാലിച്ചിരിക്കുകയും ചെയ്ത് അത് പറഞ്ഞുകൊണ്ട് നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ അതിനെയെല്ലാം ചേർത്തുകൊണ്ട് ഇപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം മണിപ്പൂരിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. കോടികളുടെ പദ്ധതിക്കാണ് അദ്ദേഹം ഇന്ന് കരാർ ഒപ്പിട്ടിരിക്കുന്നതും. ഇതിപ്പോൾ മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമാവുകയും അത് മാത്രമല്ല, അല്പം വൈകിയാണെങ്കിൽ പോലും കേന്ദ്രം ഒരിക്കലും ആരെയും തഴയില്ല എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. മണിപ്പൂരിൽ സമാധാനം പകരുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തെളിയിച്ചു തന്നിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ. അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടു കൂടി തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് അവിടെ ഒരുക്കിയത്. ഇതുവരെയും അവിടെ ഒരു അനിഷ്ട സംഭവം പോലും നടന്നിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതേസമയം പ്രതീക്ഷയുടെയും അഭിലാഷങ്ങളുടെയും ഒക്കെ നാടാണ് മണിപ്പൂർ. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ മനോഹരമായ പ്രദേശത്ത് അതിനു മുകളിൽ ആക്രമണം നടത്തുകയും അതിന്റെ നിഴൽ വീഴുകയും ചെയ്തു. കുറച്ചു മുൻപ് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തനിക്ക് ആത്മവിശ്വാസത്തോടെ തന്നെ പറയാനാകും, പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും പുതിയൊരു പ്രഭാവം മണിപ്പൂരിൽ കുതിച്ചുയരുകയാണ്. മോദി ചുരാചന്ദ്പൂരിൽ ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2023 മെയ് മാസത്തിൽ പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിന്റെ മുറിവേറ്റത് അവിടെ നിൽക്കുന്ന മണിപ്പൂരിൽ ഇതാദ്യമായായിരുന്നു പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്. 3000 കോടിയുടെ പ്രത്യേക പാക്കേജും താമസ സ്ഥലം ഇല്ലാത്തവർക്ക് വേണ്ടി 500 കോടിയുടെ പദ്ധതിയാണിപ്പോൾ അനുവദിച്ചിരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹത്തിന്റെയും വികസനം ഇന്ന് രാജ്യത്തിന് വളരെ പരമപ്രധാനമാണ്. ഗോത്ര മേഖലയുടെ വികസനത്തിനായി തന്നെ ഇതാദ്യമായി തന്നെയാണ് ധാർമി ആബ ജൻജാത്യാഗ്രാം കർഷകൻ അഭിയാൻ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തെ എല്ലായ്പ്പോഴും തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരമാണ് മണിപ്പൂരിൻ്റെത്. കേന്ദ്ര സർക്കാരും സ്ത്രീ ശാക്തീകരണത്തിൽ പ്രതിജ്ഞാബദ്ധം തന്നെയാണ്. മണിപ്പൂരിന്റെ പെൺമക്കൾക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള ഹോസ്റ്റലുകൾ നിർമ്മിച്ചു കൊടുക്കുകയാണ് അടുത്ത ലക്ഷ്യം. അതുപോലെ തന്നെ മണിപ്പൂരിനെ സമാധാനത്തിന്റെയും അഭിവൃദ്ധിയുടെയും വികസനത്തിന്റെയും പ്രതീകമാക്കുക എന്നത് ആ ഒരു ലക്ഷ്യത്തോടെയാണ് നാം മുന്നോട്ട് പോകേണ്ടതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എടുത്തു പറയുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെ താമസ സ്ഥലം അത് നഷ്ടപ്പെട്ടവർക്ക് അത് എത്രയും വേഗം തന്നെ ഒരുക്കി കൊടുക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും കേന്ദ്ര സർക്കാർ മണിപ്പൂർ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് ഇനിയും തുടരുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.